പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2 ദിവസം മുന്നേ ആയിരുന്നു ഈ കുട്ടികളുടെ ഉമ്മ മരണപ്പെടുന്നത്. ഉമ്മ മരണപ്പെട്ടപ്പോഴാണ് ഈ ഒരു കഥ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ചെറുപ്രായത്തിലെ ഉപ്പ നഷ്ടപ്പെട്ടിരുന്നു. 5 പെൺമക്കളായിരുന്നു യതീമായത്. കഴിഞ്ഞ 2 ദിവസം മുന്നേ ആ ഉമ്മയും മരണപ്പെട്ടു. ഇപ്പോൾ ആ കുട്ടികൾക്ക് ഭർത്താക്കന്മാർ മാത്രമേ ഉള്ളൂ. ഭർത്താക്കന്മാരുടെ കാര്യം ഞാൻ വഴിയെ പറയാം. ആ ഉമ്മയുടെ മരണം നല്ലൊരു മരണമായിരുന്നു. നല്ല കുളിച്ച് മാറ്റി വളുവൊക്കെ എടുത്ത് പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു ആ ഉമ്മ മരണപ്പെട്ടത്. എൻ്റെ നാട്ടിൽ തന്നെയായിരുന്നു സംഭവം. അവരുടെ ആ ചെറിയ ജീവിത കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കഷ്ടപ്പാടെന്ന് വെച്ചാൽ അങ്ങേയറ്റം കഷ്ടപ്പാടായിരുന്നു അവരുടെ ജീവിതം. 5 പെൺമക്കളായിരുന്നു. ചെറിയ പ്രായത്തിലെ ഉപ്പ അറ്റാക്കായി മരണപ്പെടുകയാണ് ഉണ്ടായത്. ഒരു ആൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചായിരുന്നു ഈ 5 പെൺമക്കളെ പടച്ച റബ്ബ് കൊടുത്തത്. എന്നാലും അവർ സന്തോഷത്തിലായിരുന്നു. ആൺകുട്ടിയെ വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ 5 കുട്ടികളായപ്പോൾ അവിടെ നിർത്തി. ജീവിക്കാനുള്ള പ്രയാസം കൊണ്ടാണ് പിന്നെ ആൺകുട്ടി വേണ്ട എന്ന് കരുതിയത്. 5 പെൺമക്കളെയും നോക്കണ്ടേ. ഈ ഉപ്പ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസക്കൊന്നും ഇവരുടെ ജീവിതം അങ്ങ് മുന്നോട്ട് പോകുന്നില്ലായിരുന്നു. വളരെ പ്രയാസപ്പെട്ട ജീവിതമായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടികളൊക്കെ സ്കൂളിൽ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും പഠിച്ച് നിർത്തി. പിന്നെ പല അടുക്കളയിലും ജോലിക്ക് പോയി. അങ്ങനെ അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന പൈസക്കാണ് ഇവർ ജീവിക്കുന്നത്. അതിൻ്റെ ഇടക്കാണ് ഉപ്പയും മരണപ്പെടുന്നത്. പിന്നെ ജീവിതം ഒരുപാട് കഷ്ടത്തിലായി. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞ ജീവിതമായിരുന്നു. പിന്നെ ഈ 5 മക്കളും ജോലിക്ക് പോകാൻ തുടങ്ങി. 5 മക്കളും വളർന്നു കല്യാണപ്രായമായി. ഇതുവരെ ആരുടെയും കല്യാണവും കഴിഞ്ഞില്ല. അങ്ങനെ ഇവർ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ ഉമ്മ സ്വരൂപിക്കാൻ തുടങ്ങി. ഈ യതീമായ 5 പെൺമക്കളും ജോലി ചെയ്ത് കിട്ടുന്ന പൈസക്ക് ഇവരുടെ വിവാഹം നടത്തി. ഓരോരുത്തരുടെയായി വിവാഹം ഈ ഉമ്മ നടത്തി. ആ പെൺമക്കൾ തന്നെ അധ്വാനിച്ച് അവരുടെ വിവാഹം നടത്തി. എന്തൊരു കഷ്ടപ്പാടാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. അവർ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവരുടെ കല്യാണത്തിനുള്ള പൈസ സ്വരൂപിച്ച് കല്യാണം നടത്തി. ചുരുക്കി പറഞ്ഞാൽ 5 പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു. പക്ഷേ എന്താണെന്നറിയില്ല, പടച്ച റബ്ബ് അവർക്ക് സമാധാനം എന്താണെന്ന് കൊടുത്തിട്ടില്ല ആ പൊന്നുമക്കൾക്ക്. ഇതെനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഇടയിലൊക്കെ ഇതുപോലുള്ള ആളുകളുണ്ടാവും. അവരൊന്നും ഇങ്ങോട്ട് വന്ന് സഹായം ചോദിക്കാൻ ആഗ്രഹിക്കാത്തവരായിരിക്കും. റമദാൻ മാസമാണ് വരുന്നത്. അവർക്ക് നമ്മൾ അങ്ങോട്ട് പോയി സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സഹായിച്ചു കൊടുക്കണം. അവർ നമ്മുടെ അടുത്തേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. ചില ആളുകൾ അങ്ങനെ വരില്ല. മാനവും അഭിമാനവുമുള്ളവരാരും അവരുടെ മാനത്തിനും അഭിമാനത്തിനും അവർ ക്ഷതമേൽപ്പിക്കുകയില്ല. ഈ 5 യതീമായ പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടും അവർക്ക് എന്താ സമാധാനം കിട്ടാത്തതെന്നറിയോ? അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവർ തന്നെ വാങ്ങിച്ച ഭർത്താക്കന്മാർ ഭാര്യമാരുടെ മുഖത്തടിക്കുന്ന ഭർത്താക്കന്മാരായിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഇവന്മാരൊക്കെ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഈ ദുനിയാവിൽ നിന്നും അനുഭവിക്കാതെ ഇവർക്കൊക്കെ പോകാൻ പറ്റുമോ? യതീം മക്കളുടെ മഹത്വം ഇവർക്ക് എന്തു മനസ്സിലായി? യതീമായ മക്കളുടെ തലയിലൊന്ന് തടവിയാൽ പോലും പ്രതിഫലം കിട്ടുമെന്നാണ് നമ്മുടെ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത്. കള്ളും കഞ്ചാവും അടിക്കുന്ന ചെറുപ്പക്കാരെയാണ് ഇവർക്ക് കിട്ടിയത്. അതിൽ ഏതെങ്കിലും ഒന്ന് നല്ലത് വേണ്ടേ? 5 കെട്ടിയവന്മാരും ഭാര്യയെ തല്ലുകയും ചവിട്ടുകയും ചെയ്യുന്ന ഭർത്താക്കന്മാർ. ആ മക്കൾ എന്ത് പാപമാണ് ചെയ്തത്? അവരധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇന്നുണ്ടെങ്കിൽ അവർക്ക് തനിച്ച് തന്നെ ജീവിക്കാമായിരുന്നു. ചിലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാരായതുകൊണ്ട് തന്നെ 5 പെൺമക്കളും ഇപ്പോഴും പല അടുക്കളയിലും ജോലിക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഉമ്മ മരണപ്പെട്ടപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഈ വിവരങ്ങൾ എനിക്കറിയാൻ പറ്റിയത്. സുബ്ഹാനല്ലാഹ്, ഞാൻ നെഞ്ചത്ത് കൈവച്ചു പോയി. അപ്പോഴാണ് ഈ വിവരം നിങ്ങളോട് പറയണമെന്ന് തോന്നിയത്. ആളുകളുടെ ഊരും പേരും പറയാത്ത കഥയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുമാണ്. പടച്ച റബ്ബ് അവർക്ക് ആഖിറത്തിൽ നല്ല ജീവിതം വെച്ചിട്ടുണ്ടാവും. അതാണ് ഈ ദുനിയാവിൽ അവർക്ക് കഷ്ടപ്പാടായിരുന്നു.
അതിൻ്റെ പ്രതിഫലം പടച്ചറബ് തീർച്ചയായും അവരുടെ ആഖിറത്തിൽ കൊടുക്കുമായിരിക്കും. അങ്ങനെ കരുതി ഞാൻ സമാധാനിക്കുകയാണ്. എന്നിട്ടും ആ പെൺമക്കൾക്കൊന്നും ഒരു പരാതിയുമില്ല, പരിഭവവുമില്ല. തൻ്റെ ഭർത്താക്കന്മാർ തന്നെയാണ് വലുത് എന്നുള്ള ഭാവത്തിലാണ് അവരുടെ പെരുമാറ്റം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾ തീർച്ചയായും പരിഗണിക്കണം. അത് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.